മൂന്നാർ കണ്ണൻദേവൻ പ്ലാന്റേഷനിൽ ജോലി നിഷേധിക്കപ്പെട്ട തൊഴിലാളികളുടെ മക്കൾ പഠനം ഉപേക്ഷിച്ചു. ജോലിയില്ലാതായതിനെ തുടർന്ന് സാമ്പത്തികമായി തകർന്ന കുടുംബങ്ങളിലെ 50ഓളം കുട്ടികളാണ് ഒരു മാസമായി പഠനം ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുന്നത്. തൊഴിലാളികളും കുടുംബങ്ങളും കടുത്ത ദുരിതത്തിലായിട്ടും അധിക ജോലിഭാരം ഏറ്റെടുക്കാതെ തൊഴിൽ നൽകില്ലെന്ന നിലപാട് തുടരുകയാണ് പ്ലാന്റേഷൻ മാനേജ്മെന്റ്. இங்கே வேலை இல்லாத காரணத்தினால என்னால் 3rd இயர் நான் போகாமல் ரொம்ப கஷ்டமாக இருக்குது. ஒரு மாதமாக வேலை இல்லாமல் ரொம்ப எல்லோரும் கஷ்டத்தோடு இருக்கிறாங்க. இப்போ சாப்பாட்டுக்கு எதுக்குமே இல்லாமல் ரொம்ப கஷ்டப்படுற പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും അത് സാധിക്കാത്തതിന്റെ വേദനയിൽ കഴിയുന്ന 50ഓളം കുട്ടികളാണ് കണ്ണൻദേവൻ പ്ലാന്റേഷൻ സൈലന്റ് വാലി 3ാം ഡിവിഷനിലുള്ളത്. തോട്ടത്തിൽ അധിക ജോലിക്ക് വിസമ്മതിച്ച തൊഴിലാളികൾക്ക് മാനേജ്മെന്റ് ജോലി നിഷേധിച്ചതോടെയാണ് അവരുടെ മക്കൾ പഠനം ഉപേക്ഷിക്കാൻ നിർബന്ധിതരായത്. തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉപരിപഠനം നടത്തുന്ന ഇവർക്ക് ഇത്തവണത്തെ ഫീസ് അടയ്ക്കാൻ സാധിച്ചില്ല. இதோட இவர் கூட்டத்தோட வீடுகளிലേക്ക് மடங்குகையாയിരുന്നു. பிள்ளைகளுக்கு படிப்பு கூட நாங்கள் என்ன செய்யணும் இப்போ முழிச்சுக்கிட்டு இருக்கோம். பிள்ளைகளை எங்கே சேர்க்கறதுக்கு அப்படியே ஒவ்வொருத்தர் இந்த டிவிஷன் 3வது டிவிஷன் பொறுத்தவரை எந்த பிள்ளைகளும் இன்னும் போய் நாங்கள் சேர்க்கலை. எவ்வளோ അർത്ഥത്തിലും എല്ലാ കഷ്ടത്തിലും தான் இருக்காங்க. വീട്ടിലിരുന്ന് പാഠപുസ്തകങ്ങൾ മറിച്ചു നോക്കുന്നതിലേക്ക് ഇവരുടെ വിദ്യാഭ്യാസം ചുരുങ്ങിയിരിക്കുന്നു. ഇനിയും ഫീസ് അടച്ചില്ലെങ്കിൽ ഈ അധ്യയന വർഷം തന്നെ ഇവർക്ക് നഷ്ടമാകും. മാതാപിതാക്കൾക്ക് ജോലി തിരികെ നൽകണമെന്ന് കുട്ടികൾ തന്നെ മാനേജ്മെന്റിനോട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും അവർ ചെവിക്കൊണ്ടതേയില്ല. கம்பெனி இப்போ சம்பளம் கொடுக்கல, 8 நாள் சம்பளத்தை பிடிச்சிக்கிட்டாங்க. எங்கள் அம்மாவால் ஃபீஸ் கட்ட முடியாது. சம்பளம் கொடுத்தா தான் எங்கள் அம்மாவால் நான் படிக்க வைக்க முடியும். அதனால தான் நாங்கள் வீட்டில் இருக்கோம். പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിൽ പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി നേടിയ വിദ്യാഭ്യാസം ഇനി തുടരാൻ സാധിക്കുമോ എന്ന ആശങ്കയിലാണ് ഈ കുട്ടികൾ. ലാഭം മാത്രം ലക്ഷ്യമിട്ട് തോട്ടമുടമകൾ പുതിയ നിയമങ്ങൾ തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഇരുളടയുന്നത് ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കിയ ഒരു നാട്ടിലാണ് ഇത്രയും വിദ്യാർത്ഥികൾ കടുത്ത ദുരിതം അനുഭവിക്കുന്നത്. മൂന്നാറിൽ നിന്നും ക്യാമറാമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ.